നമസ്കാരം. ഓപ്പറേഷൻ ആയങ്കി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തോട്ട് വരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വലിയ തരത്തിൽ ചർച്ചാ വിഷയമായിരുന്ന ഒന്നായിരുന്നു ആയങ്കി. അർജുൻ ആയങ്കി എന്നറിയപ്പെടുന്ന ഇടത് സഹയാത്രികൻ, ഒരുപക്ഷെ ഡിവൈഎഫ്ഐയുടെ ഏറ്റവും വലിയ നേതാവ്. പല ആൾക്കാരും പറയുന്നത് അദ്ദേഹം CPM-ൻ്റെ ഡിവൈഎഫ്ഐയുടെ മാത്രമല്ല അവരുടെ മുതിർന്ന സംഘടനയായ CPM-ൻ്റെ കൂടി തലവനാണ് എന്നുള്ളത് അറിയപ്പെടുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വാർത്തയാണ് പുറത്തു വരുന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. കാരണം അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ആയതിനു ശേഷം ഇത്രത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ ആ തിളക്കത്തിൻ്റെ മാറ്റ് കുറയ്ക്കുന്ന ഒന്നായിരുന്നു ഈ അർജുൻ ആയങ്കിയുടെ പല പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റെല്ലാം. എന്നിരുന്നാൽ പോലും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന രമേശ് ചെന്നിത്തല അരമുറുക്കി രംഗത്തിറങ്ങുന്നു. അവസാനം പിടിച്ച് കീഴടക്കി അദ്ദേഹത്തെ കൈബലം കൊണ്ടുപോകുന്നു. അപ്പോൾ വലിയ തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ സംഭവങ്ങളാണ് നടന്നത്. ഇപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ, അദ്ദേഹത്തെ എങ്ങനെയാണ് പിടിച്ചത് എന്നുള്ളത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതുമായി ബന്ധപ്പെട്ട പിന്നീട് ആഭ്യന്തര മന്ത്രിക്കെതിരെയും രമേശ് ചെന്നിത്തലക്കെതിരെയൊക്കെ കഴിഞ്ഞ ഓഗസ്റ്റ് 5, 6, 7, 8 ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം പിടിക്കപ്പെടുമ്പോൾ അതിന് വലിയ തരത്തിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്രയും ദിവസം അദ്ദേഹം ആരുടെയും കണ്ണിൽ പെടാണ്ട് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ഇത്തരത്തിൽ, നമുക്കറിയാം നമ്മളൊക്കെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പോലീസിന് നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് അർജുൻ ആയങ്കിയെ കേരള പോലീസിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ ചോദ്യചിഹ്നം നടന്നായിരുന്നു. അപ്പം എല്ലാവരും ആകാംക്ഷയോടെ നിന്ന ഒന്നായിരുന്നു എങ്ങനെയാണ് അർജുൻ ആയങ്കിയെ പിടികൂടുന്നത് എന്നുള്ളത്. വലിയ തരത്തിലുള്ള നാടകത നിറഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. അദ്ദേഹത്തെ പാതിരാത്രി ഏകദേശം 2:30-ക്ക് അദ്ദേഹം താമസിക്കുന്ന ആ ഒരു താമസം മൊത്തം പോലീസ് വളയുന്നു. ചെറിയ ഊടുവഴികൾ പോലും ഓരോ പോലീസുമാരെ നിർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള സന്നാഹം. നമ്മൾ പലപ്പോഴും കാശ്മീരിൽ തീവ്രവാദി സംഘടന വരുമ്പോൾ തീവ്രവാദികളെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമി അണിനിരക്കുന്ന സമാന്തര രൂപത്തിൽ പാതിരാത്രി പുലർച്ചയോട് ഇത്തരത്തിൽ അദ്ദേഹത്തിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിഭാഷകൻ്റെ വീടിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു പോലീസ്. അപ്പം വലിയ തരത്തിലുള്ള ആകാംക്ഷയോടെ നിന്ന ഒന്നായിരുന്നു അത്. എന്നിരുന്നാൽ പോലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ എങ്ങനെ പിടിച്ചു എന്നുള്ളതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യം ഈ പറഞ്ഞ പോലെ പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കെതിരെ വെല്ലുവിളിച്ചതിന് ശേഷം അദ്ദേഹത്തെ പിടിക്കാൻ ഉത്തരവിടുന്നു. പക്ഷെ അദ്ദേഹത്തെ കിട്ടുന്നില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ ഏതൊരു ടോളിൽ വെച്ച് തൃശ്ശൂരിൽ ടോളിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നു. അതോടുകൂടി അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട് എന്നറിയപ്പെടുന്നു. പിന്നീട് എടപ്പാളൊരു ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞ ഫോട്ടോസ് വരുന്നു. അത് സ്ഥിരീകരിക്കപ്പെടുന്നു. പിന്നീട് എടപ്പാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പാലക്കാടോട്ടെത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. പാലക്കാട് പല CCTV ക്യാമറകളും ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അവിടെ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം വളരെ ക്ലിയർ ആയിരുന്നു, അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ള സാധനങ്ങൾ വരുന്നു. പാലക്കാടാണ് അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള ഒരു റിപ്പോർട്ട് കേരള പോലീസിന് കിട്ടുന്നു. ഇതിന് ഈ പറഞ്ഞ പോലെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സുരക്ഷയുടെ, അതായത് കേരളത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളിലുള്ള ADGP M. വിജയനാണ് ഇദ്ദേഹത്തിൻ്റെ മൊത്തം കാര്യങ്ങളും കോർഡിനേഷൻ ചെയ്തിരുന്നായിരുന്നു. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ തൃശ്ശൂരിലെത്തി പാലക്കാടെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടയിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് വരുന്നു. അർജുൻ ആയങ്കി കേരളം വിട്ട് കർണാടകയിലോട്ട് പോയിരിക്കുന്നു എന്നുള്ള വാർത്ത. അതായത് കർണാടകയോ അല്ലെങ്കിൽ തമിഴ്നാടോ ബേസായി അദ്ദേഹം പുറത്തു പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. അതിനിടയിൽ വീണ്ടും മറ്റൊരു റിപ്പോർട്ട് കിട്ടും, അദ്ദേഹം തലസ്ഥാന നഗരിയിലോട്ട് പോയിട്ടുള്ളത് എന്നുള്ള സാധനങ്ങൾ വരുന്നു. എന്നിരുന്നാൽ പോലും അത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകുന്നു. അതിനിടയിൽ പോലീസിന് തന്നെ കൃത്യമായി വ്യക്തമാകുന്ന ഒരു കാര്യമാണ്, അർജുനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് അത്ര സേഫ് അല്ല. കാരണം പോലീസിനെ എവിടെ വേണമെങ്കിലും പിടിക്കാൻ പറ്റും. പിന്നെ പിടിക്കപ്പെടാത്ത കേരളത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒളിതാവളം എവിടെയാണ് എന്നുള്ള വലിയ ചോദ്യചിഹ്നം വരുന്നു. അപ്പോഴാണ് കണ്ണൂർ എന്ന് പറയുന്ന CPM-ൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും സേഫായി നിൽക്കാൻ പറ്റുന്ന ഒരു ഇടമാണ് എന്നുള്ള സാധനം പോലീസിന് ഓർമ്മ വരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അന്യ സംസ്ഥാനങ്ങളിലും പാലക്കാടും തൃശ്ശൂരും സെർച്ച് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് കണ്ണൂർ ലൊക്കേറ്റ് ചെയ്ത് കണ്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലോട്ട് പോകുന്നു. അങ്ങനെ അവിടുത്തെ DYSPക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അവിടുത്തെ മുക്കും മൂലയും എല്ലാ CCTV കേന്ദ്രീകരിച്ചുള്ള കൃത്യമായി അന്വേഷണം നടക്കുന്നു. ഏറ്റവും അവസാനം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു അഭിഭാഷകയുടെ വീട്ടിൽ ഉണ്ട് എന്നറിയപ്പെടുന്നു. ഇത് അറിയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയപ്പെടുന്നത്, അദ്ദേഹം മാസ്ക് ഇട്ടുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നു. ഇദ്ദേഹത്തെ ഇറക്കി വിട്ടതിന് ശേഷം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ ഉദ്യോഗസ്ഥൻ്റെ ജീവനക്കാരൻ്റെ
ഫോൺ വരെ ഉപയോഗിച്ച് കൂട്ടുകാരനെ വിളിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ സമയത്തെല്ലാം ഇദ്ദേഹം ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം ചെയ്തൊരു ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം VPN ഓൺ ആക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ആക്കി ഇടുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇടുന്നു, ഫ്ലൈറ്റ് മോഡിലിട്ട് വെക്കുന്നു. ശേഷം ആരുടെയെങ്കിലും വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിൽ കയറുന്നു. അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മറ്റൊരാളുടെ ഈ പറഞ്ഞ പോലെ ഹോട്ട്സ്പോട്ട് ഓണാക്കി വൈഫൈയിലൂടെ നെറ്റ് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം VPN ഓണാക്കി ഇങ്ങോട്ട് ലൊക്കേഷൻ മാറ്റുന്നു. അമേരിക്കയിലോട്ടും UK പല കൺട്രിയിലോട്ടും സാധനങ്ങൾ ലൊക്കേഷൻ മാറ്റുന്നു. പോലീസ് സ്വാഭാവികമായിട്ടും ഈ സാധനം അന്വേഷിക്കുമ്പോൾ അദ്ദേഹം രാജ്യത്തിന് പുറത്താണ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ കാണുക. അത് UK അല്ലെങ്കിൽ ഫ്രാൻസിലാണ്, അമേരിക്കയിലാണ്, ജപ്പാനിലാണ് എന്നുള്ള തരത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് വരുന്നു. അങ്ങനെ അദ്ദേഹം പല കൂട്ടുകാരന്മാരെ വിളിക്കുന്നു. ഏറ്റവും അവസാനം ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഫോണിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു. അദ്ദേഹം ഇറങ്ങി പോകുന്നു. ഓട്ടോറിക്ഷക്കാരൻ അദ്ദേഹത്തെ കണ്ണൂരിൽ തളിപ്പറമ്പ് ഭാഗത്ത് ഇറക്കി കൊടുക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമായി എന്ന് അദ്ദേഹം വിചാരിച്ച സ്ഥലത്താണ് പോലീസ് ഈ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ ജീവനക്കാരൻ പോലീസിനെ വിളിച്ച് കാര്യം പറയുന്നത്. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് മാസ്കോട് കൂടി ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹമാണെന്നുള്ള സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇതറിഞ്ഞ പാടെ ഈ സമയം അപ്പോഴേക്കും പാതിരാത്രി ആവാനായിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയിലോട്ട് കോൾ പോകുന്നു. കൃത്യമായി രമേശ് ചെന്നിത്തല ഉറങ്ങാതെ കാത്തു നിൽക്കുന്നു. ഇദ്ദേഹത്തിന് ഞായറാഴ്ച പുലർച്ചയോടുകൂടി ഇദ്ദേഹത്തെ കീഴടക്കും, അല്ലാതെ ഇനി എനിക്കൊരു സ്വൈര്യവിഹാരമില്ല അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ല എന്നുള്ള തരത്തിലോട്ട് രമേശ് ചെന്നിത്തല പോകുന്നു. അങ്ങനെ DYSP കണ്ണൂർ DYSPക്ക് മൊത്തം ചുമതല കൊടുക്കുന്നു. അദ്ദേഹത്തെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നു. ഓട്ടോറിക്ഷ ജീവനക്കാരൻ പറഞ്ഞ സ്ഥലത്ത് എവിടെയാണെന്ന് നോക്കുന്നു. അത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരു അഭിഭാഷകൻ്റെ വീട്ടിലാണ്, ലോഡ്ജിലാണെന്നുള്ള സാധനങ്ങൾ കൃത്യമായിട്ട്. ഇതിന് മുമ്പ് മറ്റൊരിതുണ്ടായത്, ഇദ്ദേഹം ഒരു ലോഡ്ജിലോട്ട് പോകുന്നു പയ്യന്നൂരിൽ. ആ ലോഡ്ജിലോട്ട് പോകുമ്പോൾ പോലീസ് അങ്ങോട്ട് വരുന്നു. പോലീസ് അവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവിടുന്ന് ചാടി ഇറങ്ങി ഓടിപ്പോകുന്നു. പോലീസ് വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പൊടി പോലും കാണാനില്ല അവിടെ. പിന്നീടാണ് അദ്ദേഹം ഈ ഓട്ടോറിക്ഷയിൽ കയറുന്നതും ഈ അഭിഭാഷകൻ്റെ വീട്ടിൽ പോകുന്നതും. അഭിഭാഷകൻ്റെ വീട്ടിലെത്തിയതോടുകൂടി ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയിലോട്ട് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂവ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനിടയിലാണ് പോലീസ് ഏകദേശം രാത്രി 2:30 അദ്ദേഹത്തെ കീഴടക്കാൻ വേണ്ടി മൊത്തം ഭാഗങ്ങളും കവർ ചെയ്യുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരിൽ തീവ്രവാദികളെ കീഴടക്കുന്നതിന് സമാനമായ രൂപത്തിൽ കേരളത്തിലൊരു ഓപ്പറേഷൻ നടക്കുന്നു. ഓപ്പറേഷൻ ആയങ്കി നടക്കുന്നു. അപ്പം കൃത്യമായിട്ട് അദ്ദേഹത്തെ പിടിക്കാൻ പോലീസിന് അതോടുകൂടി സാധിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം അതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏറ്റവും അവസാനം കീഴടങ്ങി, ഇനി രക്ഷയില്ല എന്നറിഞ്ഞപ്പം ഒരു സിനിമാ നടൻ ക്യാമറയ്ക്ക് മുമ്പിൽ നടക്കുന്ന അതേ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ അത്രയോളം കോൺഫിഡൻസോടു കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടന്നു നീങ്ങിയത് എന്നുള്ളത് നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതായിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അർജുന ആയങ്കിയുടെ കൂട്ടുകാരെയും അതുപോലെ അർജുന ആയങ്കിക്ക് വേണ്ടി സഹായം ചെയ്ത എല്ലാവരും, അദ്ദേഹത്തിൻ്റെ സഹോദരനെ അടക്കം പോലീസ് കൃത്യമായി അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുന്നു. അവരിൽ നിന്നും എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നു. അങ്ങനെ അരയും തലയും മുറുക്കി രംഗത്തോട്ടിറങ്ങുന്നു ആഭ്യന്തര വകുപ്പും കേരള പോലീസും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയായി ഇതാദ്യമായിട്ടായിരിക്കും കേരളം പോലീസ് അല്ലെങ്കിൽ കേരള ആഭ്യന്തര വകുപ്പിനെ ഇത്രത്തോളം ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത്. പോലീസ് ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റിലോട്ട് ഇരച്ചു കയറുമ്പോൾ അർജുൻ ഓടിപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ് ആദ്യം വന്നായിരുന്നു. ഏകദേശം 2:30 പോലീസ് അർജുൻ ആയങ്കിയെ കീഴടക്കുന്നത്. അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തെ പിന്നീട് ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു. ആദ്യ സമയങ്ങളിൽ അവിടെ ഇരുത്തിയതിനു ശേഷം അദ്ദേഹം പത്രം എടുത്ത് വായിക്കുന്ന ഫോട്ടോസ് എല്ലാം വൈറലായിരുന്നു. ആ സമയത്ത് അത് വീണ്ടും ഒരു പ്രശ്നത്തിലോട്ട് പോകുന്നത് കാണുമ്പോൾ പോലീസ് പത്രം വാങ്ങിച്ചു വെച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിലങ്ങിട്ട് അവിടെ ഇരുത്തുന്നു. എന്തായാലും അദ്ദേഹത്തിന് യാതൊരുവിധ പേടിയുമില്ല. ഇത്തരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം കടലിൽ പോയ ആൾക്കാർക്ക് വേണ്ടിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം എടുത്തിടുന്നുണ്ട്. അവർക്ക് അന്വേഷിക്കാണ്ട് എന്നെ പിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ ഈ അറസ്റ്റ്. എങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതും അർജുൻ ആയങ്കിക്ക് വേണ്ടി CPM ഇനി എന്തെങ്കിലും തരത്തിൽ സപ്പോർട്ട് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം. എന്തായാലും അർജുൻ ആയങ്കി കീഴടങ്ങി എന്ന് പറയാൻ പറ്റില്ല, കീഴടക്കി. അവസാനം കേരള പോലീസും ആഭ്യന്തര വകുപ്പും കൃത്യമായി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമായിരുന്നു. കാരണം അദ്ദേഹം ആദ്യം പോലീസിനെ മാത്രം വെല്ലുവിളിക്കുമ്പോൾ അതൊരു പേഴ്സണൽ കാര്യം അല്ലെങ്കിൽ അത്ര പോലീസും ഇദ്ദേഹം തമ്മിലുള്ള പ്രശ്നം എന്നുള്ള രീതിയിലോട്ട് മാത്രമേ പോയിരുന്നുള്ളൂ. പിന്നീട് മൊത്തം ആഭ്യന്തര വകുപ്പിനെയും അവസാനം രമേശ് ചെന്നിത്തലയുടെ പേരെടുത്ത് വരെ പരാമർശിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ പരാമർശം പോകുന്നു. എന്തായാലും അദ്ദേഹത്തെ ഒതുക്കും എന്നുള്ളത് കൃത്യമായിരുന്നു. ഇനി പോലീസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം സ്വാഭാവികമായിട്ടും ഇന്ന് ഞായറാഴ്ചയാണ്.
പിന്നീട് തിങ്കളാഴ്ച അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. നിലവിലെ കേസ് വളരെ ചെറുതായതുകൊണ്ട് ജാമ്യാപേക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് പോലീസ് ഓരോ കേസ് ഓരോന്നായിട്ടാണ് എടുക്കാൻ പോകുന്നത്. ആദ്യം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ കേസ്, പിന്നീട് ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞ കേസ്, പിന്നീട് പോലീസിനെതിരെ പറഞ്ഞ കേസ്, പിന്നീട് അദ്ദേഹത്തിനെതിരെയുള്ള ആലുവയിലുള്ള കേസ്, അങ്ങനെ ഒരുപാട് കേസ് അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അപ്പോൾ ഓരോ കേസും ഘട്ടങ്ങളായിട്ട് എടുത്തിട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കാനുള്ള ഒരു നീക്കമാണ്. ഏറ്റവും അവസാനം അദ്ദേഹത്തിനെതിരെ കാപ്പ വരെ കേസ് വരെ ചുമത്തി അകത്താക്കും എന്നുള്ള രീതിയിലെല്ലാം വാർത്ത വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ആഭ്യന്തര വകുപ്പിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്നുള്ളതും, അർജുൻ ആയെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി ഇതിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതും, CPM-ൻ്റെ ഏത് നേതാക്കന്മാരായിരിക്കും ഇനി പിന്തുണ കൊടുത്ത് രംഗത്തിറങ്ങുക എന്നുള്ളതും.